ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഞാനോ മേദ്യനായ ദാര്യാവേശിൻ്റെ 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റു നിന്നു. ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം. പാർസി ദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-മത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിനു നേരെ ഉദ്യോഗിപ്പിക്കും. പിന്നെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. അത് അവൻ്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല. അവൻ്റെ രാജ്യത്വം നിർമൂലമായി അവർക്കല്ല, അന്യർക്ക് അധീനമാകും. എന്നാൽ തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും. അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. അവൻ്റെ ആധിപത്യം മഹാധിപത്യമായി തീരും. കുറെ കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഏകോപിക്കും. തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും. എങ്കിലും അത് നിൽക്കയില്ല. അവനും അവൻ്റെ സന്തതിയും നിലനിൽക്കുകയുമില്ല. അവളും അവളെ കൊണ്ടുചെന്നവരും അവളുടെ ജനകനും അവളെ തുണച്ചവനും ഭീതി വിഷയങ്ങളായി തീരും. എന്നാൽ അവനു പകരം അവളുടെ വേരിൽ നിന്ന് മുളച്ച തൈയായ ഒരുവൻ എഴുന്നേൽക്കും. അവൻ ബലം പ്രാപിച്ച് വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ കോട്ടയിൽ കടന്ന് അവരുടെ നേരെ പ്രവർത്തിച്ച് ജയിക്കും. അവരുടെ ദേവന്മാരെയും ബിംബങ്ങളെയും വെള്ളിയും പൊന്നും കൊണ്ടുള്ള മനോഹര വസ്തുക്കളെയും അവൻ എടുത്ത് മിസ്രൈമിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവൻ കുറേ സംവത്സരത്തോളം വടക്കേ ദേശത്തിലെ രാജാവിനോട് പൊരുതാതിരിക്കും. അവൻ തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ രാജ്യത്തേക്ക് ചെന്ന് സ്വദേശത്തേക്ക് മടങ്ങിപ്പോരും. അവൻ്റെ പുത്രന്മാരോ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷാരമടങ്ങിയ മഹാസൈന്യങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. അത് വന്ന് കവിഞ്ഞ് കടന്നുപോകും. പിന്നെ അവൻ മടങ്ങിച്ചെന്ന് അവൻ്റെ കോട്ട വരെ യുദ്ധം നടത്തും. അപ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ് ദേഷ്യം പൂണ്ട് പുറപ്പെട്ട് വടക്കേ ദേശത്തിലെ രാജാവിനോട് യുദ്ധം ചെയ്യും. അവൻ വലിയൊരു സമൂഹത്തെ അണിനിരത്തും. എന്നാൽ ആ സമൂഹം മറ്റവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ആ ജനസമൂഹം മുടിഞ്ഞു പോകും. അവൻ്റെ ഹൃദയം ഗർവിച്ച് അവൻ 10,000 പേരെ വീഴുമാറാക്കും. എങ്കിലും അവൻ പ്രാബല്യം പ്രാപിക്കുകയില്ല. വടക്കേ ദേശത്തിലെ രാജാവ് മടങ്ങി വന്ന് മുമ്പിലത്തേതിനേക്കാൾ വലിയൊരു ജനസമൂഹത്തെ അണിനിരത്തും. ചില സംവത്സരം കഴിഞ്ഞിട്ട് അവൻ വലിയൊരു സൈന്യത്തോടും വളരെ സമ്പത്തോടും കൂടെ പോരും. ആ കാലത്ത് പലരും തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ നേരെ എഴുന്നേൽക്കും. നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിപ്പാൻ തക്കവണ്ണം മത്സരിക്കും. എങ്കിലും അവർ ഇടറി വീഴും. എന്നാൽ വടക്കേ ദേശത്തിലെ രാജാവ് വന്ന് വാടകോരി ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കും. തെക്കേ പടക്കൂട്ടങ്ങളും അവൻ്റെ ശ്രേഷ്ഠ ജനവും ഉറച്ചു നിൽക്കയില്ല. ഉറച്ചു നിൽപ്പാൻ അവർക്ക് ശക്തി ഉണ്ടാകുകയുമില്ല. അവൻ്റെ നേരെ വരുന്നവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. ആരും അവൻ്റെ മുമ്പാകെ നിൽക്കയില്ല. അവൻ മനോഹര ദേശത്ത് നിൽക്കും. അവൻ്റെ കയ്യിൽ സംഹാരമുണ്ടായിരിക്കും. അവൻ തൻ്റെ സർവ്വരാജ്യത്തിൻ്റെയും ശക്തിയോടുകൂടെ വരുവാൻ താൽപ്പര്യം വയ്ക്കും. എന്നാൽ അവൻ അവനോട് ഒരു ഉടമ്പടി ചെയ്ത് അവന് നാശത്തിനായി തൻ്റെ മകളെ ഭാര്യയായി കൊടുക്കും. എങ്കിലും അവൾ നിൽക്കയില്ല, അവന് ഇരിക്കുകയുമില്ല. പിന്നെ അവൻ തീരപ്രദേശങ്ങളിലേക്ക് മുഖം തിരിച്ച് പലതും പിടിക്കും. എന്നാൽ അവൻ കാണിച്ച നിന്ന
ഒരു അധിപതി നിർത്തലാക്കും. അത്രയുമല്ല, അവൻ്റെ നിന്ന അവൻ്റെ മേൽ തന്നെ വരുത്തും. പിന്നെ അവൻ സ്വദേശത്തിലെ കോട്ടകളുടെ നേരെ മുഖം തിരിക്കും. എങ്കിലും അവൻ ഇടറി വീണ് ഇല്ലാതെയാകും. അവനു പകരം എഴുന്നേൽക്കുന്നവൻ തൻ്റെ രാജ്യത്തിൻ്റെ മനോഹര ഭാഗത്തുകൂടി ഒരു അപഹാരിയെ അയക്കും. എങ്കിലും കുറേ ദിവസത്തിനകം അവൻ സംഹരിക്കപ്പെടും. കോപത്താലല്ല, യുദ്ധത്താലുമല്ല, അവനു പകരം നിന്ദ്യനായ ഒരുത്തൻ എഴുന്നേൽക്കും. അവന് അവർ രാജ്യത്വത്തിൻ്റെ പദവി കൊടുപ്പാൻ വിചാരിച്ചിരുന്നില്ല. എങ്കിലും അവൻ സമാധാനകാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശമാക്കും. പ്രളയതുല്യമായ സൈന്യങ്ങളും നിയമത്തിൻ്റെ പ്രഭുവും കൂടെ അവൻ്റെ മുമ്പിൽ പ്രവഹിക്കപ്പെട്ട് തകർന്നു പോകും. ആരെങ്കിലും അവനോട് സഖ്യത ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും. അവൻ പുറപ്പെട്ട് അല്പം പടജ്ജനവുമായി വന്ന് ജയം പ്രാപിക്കും. അവൻ സമാധാനകാലത്തു തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് തൻ്റെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്തത് ചെയ്യും. അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വിതറിക്കൊടുക്കും. അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും, എന്നാൽ കുറെ കാലത്തേക്കേ ഉള്ളൂ.